വാലന്റൈൻസ് ഡേ ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണോ, അതും കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ, അപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് അതായത് പാർട്ട്ണറിന് കുറച്ചുകൂടെ സന്തോഷമാവണ സിമ്പിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഭയങ്കര സന്തോഷമായിരിക്കും. അത് ഏതാണ് ഗിഫ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം, പോരെ. അപ്പം ഞാൻ ഈ പറഞ്ഞ ഷോപ്പ് ദി അക്കേഷ്യ ഫ്ലവേഴ്സാണ്. നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം അല്ലേ. ഇത് ലൊക്കേഷൻ വരുന്നത് ലുലുവത്ത് അൽഖലി സെൻറ്ററിൻ്റെ നിയർ ബൈ ഷാർജ അൽഖാനാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ വർക്കിങ്ങിലായിരുന്നു കേട്ടോ. കുറേ ഓർഡേഴ്സൊക്കെ അവർക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഫ്ലവേഴ്സൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ട് അവർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കയ്യിൽ ആദ്യം ഒരു റെഡ് റോസൊക്കെ കിട്ടി. ഞാൻ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി. പിന്നെ കുറേ റോസസ് അവരവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് എൻ്റെ കൺട്രോളൊക്കെ പോയി നിന്നു. ആക്ച്വലി ഇത് കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ പുറകെ ആയിരുന്നു ഞാൻ. അപ്പം നോക്കുമ്പോൾ ദേ ഇരിക്കുന്നടാ ഒരു ലീഫും പിന്നെ അതിന് നല്ലൊരു മണവും. ചോദിച്ചപ്പോൾ എന്താ, ഇത് യൂക്കാലിപ്റ്റിസ് ആണ് മക്കളെ, യൂക്കാലിപ്റ്റിസ്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കുറേ ഉണ്ടായിരുന്നു. എനിക്കതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ വരെ ഞാൻ മറന്നുപോയി ശരിക്കും. നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമൊക്കെ ആണല്ലോ നമുക്ക് ചോദിക്കാനായിട്ട് ഇവിടെ വന്നത്. ആ കാര്യത്തിലേക്കൊക്കെ വരാം. അതിന് മുന്നേ എന്തോരം വെറൈറ്റി ഫ്ലവേഴ്സാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾ കാണണം. പല പല കളറിൽ, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ആ ഇഷ്ടംമാതിരി ഷെയ്ഡ്സിൻ്റെ കളേഴ്സ് ഉണ്ട്. അതിനിപ്പം റോസസ് ആണെങ്കിലും അതർ ഫ്ലവേഴ്സ് ആണെങ്കിലും പിന്നെ ഓർക്കിഡ്സ് ആണെങ്കിലും എല്ലാം ഉണ്ട്. അവർ ബൊക്ക പോലെ ചെയ്തു തരും, അല്ലെങ്കിൽ സിംഗിളായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആയിട്ട് കൊടുക്കാം, ഇതുപോലെ ഒരു കുഞ്ഞ് പാക്കറ്റ് പോലെ കൊടുക്കാം. പല രീതിയിൽ നമ്മൾ പറയണ രീതിയിൽ അവർ അറേഞ്ച് ചെയ്യും. എൻ്റെ ഈ കണ്ണടക്കിയത് ഈ ലാവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ. എനിക്ക് ലാവൻഡറൊക്കെ ഭയങ്കര ലൈറ്റ് ഷെയ്ഡ്സൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഷെയ്ഡ്സ്. പിന്നെ ഓർക്കിഡൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അത് മാത്രം വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. കുറേ ഫ്രഷ് ഫ്ലവേഴ്സ് നമുക്ക് എപ്പോൾ കാണുമ്പോഴും നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണല്ലോ. പിന്നെ സിംഗിൾ റോസസ് ആണെങ്കിൽ ഇവരിവിടെ 10 ദിർഹമാണ് പെർ റോസസിനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇതിനാണെങ്കിലും അവർ വാങ്ങിക്കുന്നത്. പിന്നെ അതെ ഇതുപോലത്തെയൊക്കെയുള്ളൊരു കുഞ്ഞ് കേക്കും ബർത്ത്ഡേ വിഷസും ഇതെല്ലാം കൂടെ പാക്ക് ചെയ്തിട്ട് ഇവർ തരുവാണെങ്കിൽ, അത് കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇതിനകത്ത്, അതും കൂടെ എല്ലാം കൂടെ ആണെങ്കിൽ അവർ ചാർജ് ചെയ്യുന്നത് 300 ദിർഹമാണ്. പിന്നെ നമുക്കൊരു വലിയ ബൊക്കെ പോലെ അവർ ചെയ്തു തരും. അത്യാവശ്യം നല്ല ഇതുണ്ടാവും കേട്ടോ. ഇതുപോലെ ഇരിക്കും ആ ബൊക്കെ പോലെ ചെയ്തു തരുന്നതിന് 210 ദിർഹമാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു സാധനം കാണിച്ചു തരാം, ഹൈഡ്രേഞ്ചി എന്ന് പറയും. ഇതിനൊക്കെ ഭയങ്കര വിലയുണ്ടോ എനിക്കറിയില്ലായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലൊരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിനാണെങ്കിൽ അവർ 100 ദിർഹമാണ് വാങ്ങിക്കുന്നത്. അപ്പം 10 പൂക്കൾസ് അല്ലെങ്കിൽ കുറേ ഉണ്ടാവും ചിലപ്പോൾ. കുഞ്ഞു സാധനങ്ങളിങ്ങനെ കുറച്ചിട്ടാവും. ഇതുപോലെ വലിയ റോസസ് ഒക്കെ ആണെങ്കിൽ 10 റോസസിന് 100 ദിർഹമാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആവശ്യം അനുസരിച്ച് അവർ ഓരോ രീതിയിൽ നമുക്ക് അറേഞ്ച് തരാം. അതിനകത്ത് ലീഫും കാര്യങ്ങളും ഒക്കെ വെച്ചത് ഇതുപോലെ കുഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഇതൊട്ടിച്ചിട്ട് വിത്ത് കേക്കും വിത്തൗട്ട് കേക്കും ഉണ്ട്. അതിന് രണ്ടിനും പല റേറ്റാണ് വരുന്നത്. പിന്നെ നമുക്ക് പല ഗിഫ്റ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ഗിഫ്റ്റും അവർ അതിനകത്ത് ആഡ് ചെയ്തിട്ട് അവർ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് തരും. പിന്നെ നമുക്ക് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുപോലൊരു പാക്കിൽ ഫ്രണ്ടിൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് ഫിനിഷ് ചെയ്ത് തരും. പിന്നെ നമുക്ക് ഇതുപോലൊരു ഫ്ലവർ വേസ് ഒക്കെ ആണെങ്കിൽ അതുപോലെ നമുക്ക് കൊടുക്കാം. നമ്മൾ പറയുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ താഴെ. ഇത്രയേ ഉള്ളൂ.